ഇത്ര നേരം സംസാരിച്ചിട്ടും എന്റെ ഉദ്ദേശം മനസ്സിലാക്കാത്തത് എനിക്ക് വളരെ പ്രയാസമുണ്ട്. എന്റെ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോൾ നിങ്ങളെ കരുതുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും നിർബന്ധിക്കുന്നത്. ക്ഷമിക്കണം, ഞങ്ങൾ ഇവിടെ നിന്ന് മാറി താമസിച്ചാൽ എന്റെ അച്ഛന്റെ ആദർശങ്ങളും തത്വങ്ങളും പരാജയപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് എന്തു തന്നെ വന്നാലും ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കും. പ്രേതങ്ങളുടെ പേരിൽ ഇവിടെ നടക്കുന്ന രഹസ്യങ്ങൾ കണ്ടുപിടിക്കും. അങ്ങനെ ഞങ്ങളുടെ അച്ഛന്റെ ലക്ഷ്യം നിറവേറ്റും. ശരി, ഇനിയും ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു. നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങളെ വിജയിപ്പിക്കട്ടെ. സാർ, അന്ന് ഞാൻ ഭീരുവായിരുന്നു. ഈ പ്രതിമ കണ്ട് പേടിച്ച് ഒളിച്ചു മാറി ഞാൻ കിടന്നില്ലായിരുന്നെങ്കിൽ എന്റെ മേനോൻ സാറിന്റെ മരണമൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇന്നെനിക്ക് പേടിയില്ല സാർ. മരണത്തെ കവിഞ്ഞ് എന്ത് സംഭവിക്കാൻ പോകുന്നു? ഈ കുഞ്ഞുങ്ങൾ ഇന്ന് എന്റെ ചുമതലയിലാണ്. ഭൂതമോ പ്രേതമോ എന്ത് വേണി വന്നുള്ളത് എന്റെ ശവശരീരത്തിൽ ചവിട്ടിയല്ലാതെ ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഒരു തരി മണ്ണ് പോലും അർക്കുന്നുണ്ട് സാധ്യമല്ല സാർ. ഗുഡ്. നേരം സന്ധ്യയായി. ഞാൻ സ്റ്റേഷനിലേക്ക് പോകട്ടെ. നിങ്ങൾക്ക് കഴിവുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരാം. വളരെ നന്ദി സാർ. അപ്പൊ നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്. എത്ര നല്ല മനുഷ്യൻ. ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെയാണ് നാടിന് ആവശ്യം. ഈ കാക്കി ഉടുപ്പുകൾക്കുള്ളിലും പച്ചയായ മനുഷ്യർ. അവർക്കും കുടുംബവും സ്നേഹബന്ധങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ താമസിച്ചാൽ അപകടങ്ങൾ ഉണ്ടാവും എന്ന് ഭയന്നിട്ടാണ് മേലാൽ ഇവിടെ താമസിക്കുന്ന അദ്ദേഹം നിർബന്ധിച്ചത്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ നിങ്ങളുടെ ഭർത്താവിന് ഇങ്ങനെ ഒരു ദൗർഭാഗ്യം ഉണ്ടായതിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അതിയായ ദുഃഖമുണ്ട്. ഈ ചുറ്റുപാടിൽ ഒരു നല്ല തുക പെൻഷനായി നിങ്ങൾക്ക് തരുവാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്നേഹോപഹാരം എന്ന നിലയിൽ ഈ തുക സ്വീകരിക്കും. ഹലോ, സർക്കിൾ ഇൻസ്പെക്ടർ ഹിയർ. Yes. 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 Okay, sir. Mr. Philip. Yes, sir. കൊട്ടാരത്തിലെ കൊലപാതകങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും മിസ്റ്റർ രാജേന്ദ്രൻ എന്നൊരു രഹസ്യ പോലീസ് ഉദ്യോഗസ്ഥൻ നിയോഗിച്ചിരിക്കുന്നു. അദ്ദേഹവും അസിസ്റ്റന്റ് മിസ്റ്റർ ഗുപ്തയും നാളെ രാത്രി കൃത്യം 10 മണിക്കൂടെ എത്തിച്ചേരും. ഹോട്ടലിൽ താമസിക്കാനാണ് അവർ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള നല്ല ഒരു ഹോട്ടലിൽ ഒരു മുറി ഉടനെ റിസർവ് ചെയ്യണം. Yes, sir. Sir. ഒരു CID ഉദ്യോഗസ്ഥൻ ഹോട്ടലിൽ താമസിക്കോ? യെസ്. അദ്ദേഹം ഒരു പ്രത്യേക പ്രകൃതക്കാരാണ്. ബട്ട് ഹീസ് എ ജീനിയസ്. അപ്പൊ നീയാണ് രാജാവിന്റെ പ്രേതമല്ലേ? അയ്യോ, ഞാനല്ല. കള്ളമ്പഴം പിടിച്ച് ഞെരിക്കളയും. ഞാൻ ആരാണെന്നറിയോ? ഭൂതത്തിനെയും പ്രേതത്തിനെയൊക്കെ പൂച്ചയെ പിടിക്കുന്നവരെ പിടിച്ച് ചാക്കി കെട്ടിക്കൊണ്ട് പോകുന്ന സത്യം പറഞ്ഞ് ഞാനാണെന്ന്. ഞാൻ കുറുപ്പിന്റെ മോള്. കള്ളമ്പഴം ഞാൻ ഞെരിക്കളയും. അയ്യോ, എന്റെ അച്ഛനാണ് ഞാൻ കുറുപ്പിന്റെ മോള്. എന്നിട്ട് ശരീരത്തിൽ പിടിച്ചിട്ട് കുറുപ്പിന്റെ ഒരു ഉറപ്പിട്ടല്ലോ. അത് ഞാൻ ഗുൽഗുലു തിക്തകന്നെ സേവിക്കുന്നുകൊണ്ടാ. അതാണ് നിന്റെ ശരീരത്തിൽ ഒരു നെയ്യുടെ മണം. അല്ല, നിന്റെ പേരെന്താ? ലീല. എന്റെ പേര് എനിക്കറിയാം, കൃഷ്ണൻകുട്ടി. അയ്യോ, നിനക്കെങ്ങനെ അറിയാം? ഇവിടെ വന്നപ്പോ മുതലേ ഞാൻ മതിലിന്റെ അപ്പുറത്ത് നോക്കുന്നുണ്ടായിരുന്നു. നീ അപ്പോൾ മതിൽ നോക്കി നോക്കുന്നുണ്ടായിരുന്നില്ലേ? അതെ, ഞാൻ പിടിച്ചപ്പോ നൊമ്പോ? പിന്നെ
മേലാകെ കുളിര് കോരിയിട്ടോ. നേരോ? അയ്യോ, ഞാൻ തമ്പുരാട്ടിക്ക് പൂജയ്ക്ക് ഇല പറിക്കാൻ വന്നതാ. അയ്യോ, അപ്പൊ തമ്പുരാട്ടി ഇലയിട്ടാണോ പൂജ നടത്തുന്നത്? സാധാരണ പൂവിട്ടാണല്ലോ പൂജ നടത്തുന്നത്. ഞങ്ങളുടെ തമ്പുരാട്ടി അങ്ങനെ. ഓഹോ, ഞാൻ കൊട്ടാര വളപ്പിനകത്തേക്ക് കടന്നത് തമ്പുരാട്ടി അറിഞ്ഞാൽ എന്നെ കൊല്ലും. ആരും പേടിച്ച് ഇങ്ങോട്ട് കടക്കാറില്ല. നിനക്ക് പേടിയില്ലയോ? ഇല്ല, ചേട്ടൻ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ ആരാണെന്നാ ചോദിച്ചത്? ഐ എം ചാർലി, ഇവിടുത്തെ മാനേജർ. റിഡിക്കുലസ്. യെസ്. ഒരു കസ്റ്റമർ വന്നാൽ ഇങ്ങനെയാണോ പെരുമാറുന്നത്? നോ നോ ഞാൻ ആരാണെന്ന് അറിയാമോ? നോ. ഐ ആം സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ രാജേന്ദ്രൻ. ഐ ആം വെരി 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 സോറി. സാറിന് മോള് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണോ ഞങ്ങൾ വന്നപ്പോൾ ഗവനിക്കാതിരുന്നത്? അതെങ്ങനെ അയാൾ ഗവനിക്കും സാർ? അയാളെ കുറ്റം പറയണ്ട. ഐ ആം എ ബാച്ചിലർ. ഐ സീ. യെസ്. Come here. ഇനി പോയി നൃത്തം ചെയ്തോളൂ. മേലാൽ മാനം മര്യാദയായി വസ്ത്രം ധരിച്ച് നൃത്തം ചെയ്തില്ലെങ്കിൽ ഇതിന്റെ അവസാനത്തെ പരിപാടിയായിരിക്കും. ഏമാൻ നല്ല മനുഷ്യനായതുകൊണ്ട് മേലോട്ടാണ് വെടിവെച്ചത്. എന്റെ ശരീരപ്രകൃതിക്ക് ഞാൻ നേരെ വെടിവെച്ചു. ഓർമ്മയിരിക്കട്ടെ. കൊച്ചിപ്പോ മിസ്റ്റർ ചാഴെ, യെസ് സർ. ബി കെയർഫുൾ. ഞാൻ കുറച്ചു നാളത്തേക്ക് ഇവിടെ ഉണ്ടായിരിക്കും. വേണ്ടി വന്നാൽ ഈ ഹോട്ടലിന്റെ പ്രവർത്തനം പോലും ഞാൻ നിർത്തിവെപ്പിക്കും. അത്രയ്ക്ക് അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വെരി ഡീസന്റ്. യു അണ്ടർസ്റ്റാൻഡ്? നോ സർ. യെസ് സർ. എന്റെ കേസ് അന്വേഷണത്തെ കുറിച്ചുള്ള രഹസ്യരേഖകൾ ഞാൻ ഇവിടെയും തയ്യാറാക്കാൻ പോവുകയാണ്. ആരും ഒരു വിധത്തിലും എന്നെ ശല്യപ്പെടുത്തരുത്. എന്റെ അനുവാദം കൂടാതെ ആരും മുകളിലത്തെ മുറിയിൽ വരികയും ചെയ്യരുത്. ഇല്ല സർ. മുകളിൽ ടെലിഫോൺ കണക്ഷൻ ഉണ്ടോ? നോ സർ. നാളെ ഓട്ടോ ഉടമസ്ഥ വരും. വന്നാൽ ഉടനെ ഏർപ്പാട് ചെയ്യാം സാർ. ഐ വാണ്ട് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. എനിക്ക് ധാരാളം കാർഡ്സ് വരും. എപ്പോഴും താഴോട്ടിറങ്ങി വരാൻ സാധ്യമല്ല. നാളെ തന്നെ ഏർപ്പാട് ചെയ്യാം സാർ. ഗുഡ്. ഇനി നിങ്ങളുടെ പ്രോഗ്രാം തുടരാം. ഗുപ്ത, യെസ് സർ. വരൂ. അയ്യോ, അദ്ദേഹം ഇനി താഴോട്ട് വരുമ്പോൾ തോന്നില്ല. എന്നാലും സാർ. Don't be afraid. ഞാനല്ലേ ഉള്ളൂ. ഹലോ, ഹോട്ടൽ സ്റ്റീം ഫാൻ ബംഗാളോ? മിസ്റ്റർ രാജേന്ദ്രനോ? വിളിക്കാം വിളിക്കാം. സാർ, ബംഗാൾ. യെസ്, രാജേന്ദ്രൻ ഹിയർ. ആര്? അച്ഛനോ? എന്താ അച്ഛാ വിശേഷം? എന്താ ശേഖരൻ ഇങ്ങോട്ട് വരുന്നു? അവൻ ഇത്തവണ ഇങ്ങനെ നശിപ്പിക്കാൻ പോവുകയാണ്. അച്ഛാ, അവൻ എന്റെ സഹോദരനാണെന്ന് വിചാരിച്ച് അച്ഛനുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ട് ഞാൻ പോയതാണ്. അവനെ വെറുതെ വിട്ടു. ഇത്തവണ അവൻ യെസ് യെസ് യെസ്. ഗുപ്ത, നാളെ വൈകുന്നേരത്തെ ട്രെയിനിൽ ശേഖർ വരുന്നുണ്ട്. അവനിവിടെ വന്ന ഉടനെ അവനെ അറസ്റ്റ് ചെയ്ത് ലാക്കപ്പിലാക്കണം. കേസിന്റെ അന്വേഷണം കഴിയുന്നവരെ അവൻ ലാക്കപ്പിൽ തന്നെ കിടക്കട്ടെ. പാടില്ല സാർ. രോഗിയായ അച്ഛൻ ഈ വിവരം പറഞ്ഞാൽ അച്ഛന്റെ മരണത്തിന് ഇത് മതിയാവും. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? മൈസൂർ നടന്ന പോലെ കേസിന്റെ എല്ലാ തെളിവുകളും കൊണ്ടുവന്ന് അവൻ നമ്മുടെ എതിരാളികൾക്ക് കൊടുക്കും. എന്നിട്ട് അവൻ എന്നെ നശിപ്പിക്കും. നാളെ വൈകുന്നവരെ നമുക്ക് സമയമുണ്ടല്ലോ. അതിനിടയ്ക്ക് നമുക്ക് ആലോചിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ നിന്ന് ഈ കാര്യത്തെ പറ്റി സംസാരിക്കേണ്ട സാർ. ഇത് പബ്ലിക് പ്ലേസ് ആണ്. പബ്ലിക് പ്ലേസ്. Yes, sir. Sorry, come on. എന്റെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തേക്കൂ. ഞാൻ ഇപ്പോഴേ പോവുകയാണ്. എന്ത് പറ്റി? എന്നെ ഇതുവരെ ആരും ഇനി ഇൻസൾട്ട് ചെയ്തിട്ടില്ല. ഇവൾക്ക് തുണി ഉടുക്കാതെ നടക്കുന്നതാണ് ഇഷ്ടമെന്ന് തോന്നുന്നു. ഇനി എന്റെ കൈവാക്കിന് കിട്ടിയാൽ ഞാൻ നിന്നെ വെടിവെക്കും.
സാർ അത് ചൊട്ടയിലെ ശീലമാണ്. ആ അവളെ ചൊട്ട ഞാൻ പറിച്ചെടുക്കും. അപ്പോഴേ ചാളി, നാളെ സാറിന്റെ സഹോദരൻ വരുന്നു. മനസ്സിലായില്ലല്ലോ. എന്റെ പേര് രാജേന്ദ്രൻ. കൊട്ടാരത്തിലെ കൊലക്കേസിനെ പറ്റി അന്വേഷിക്കാൻ വന്ന ഒരു രഹസ്യ പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഞാൻ കുറുപ്പ്, ഇവിടുത്തെ കാര്യസ്ഥനാണ്. എനിക്ക് ഗായത്രി തമ്പുരാട്ടിയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അതിനെന്താ, ഞാനൊന്ന് അനുവാദം ചോദിച്ചോട്ടെ. ശരി. ഇല്ലേ തമ്പുരാട്ടി, എന്താ കുറിപ്പ്? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തമ്പുരാട്ടിയെ കാണാൻ വന്നിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ? അതെ. എന്തിന്? എന്തെങ്കിലും വിവരങ്ങൾ ചോദിച്ചറിയാനായിരിക്കാം. വേണ്ട, എനിക്ക് ഈ വക ആൾക്കാരെ കാണണ്ട. എന്നെ കണ്ടിട്ട് പോയ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അനുഭവം ഇന്നും മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. എന്നാലും വയ്യ, കുറുപ്പ് തന്നെ അദ്ദേഹത്തോട് സംസാരിക്കൂ. അറിവുള്ള വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കൂ. ദേവിയെ തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കൂ. ക്ഷമിക്കണം, തമ്പുരാട്ടിക്ക് ഇപ്പോ കാണാൻ അസൗകര്യമാണെന്ന് പറഞ്ഞു. അതെ, കൊട്ടാരത്തിൽ നടന്ന സംഭവങ്ങൾ അവരെ ആകെ അസ്വസ്ഥയാക്കിയിരിക്കുകയാണ്. ഒരു അന്യനെ കാണണമെന്ന് പറഞ്ഞപ്പോ അവരാകെ വിഷമിച്ചു പോയി. എങ്കിൽ ഞാനിപ്പോ അവരെ ഉപദ്രവിക്കുന്നില്ല. നിത്യദുഃഖമായി കഴിയുന്ന ഒരു നല്ല സ്ത്രീയാണ് അവരെന്ന് കേട്ടു. അതുകൊണ്ട് ഒന്ന് കാണണമെന്ന് തോന്നി വന്നതാണ്. ഏതായാലും തമ്മിൽ പരിചയമില്ലെങ്കിലും എന്റെ സ്നേഹാന്വേഷണങ്ങൾ അവരെ അറിയിച്ചേക്ക്. വരട്ടെ. കുറുപ്പേ, ഇങ്ങോട്ട് വരാൻ പറയൂ. കൊട്ടാരത്തിൽ നടക്കുന്ന കാര്യങ്ങളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ അതിനകത്ത് കാലുകുത്തിയിട്ട് വർഷങ്ങളോളമായി. ഞാൻ അതൊന്നും ചോദിച്ചില്ലല്ലോ. ഞാനിവിടെ വന്നപ്പോ തമ്പുരാട്ടിയെ പറ്റി കേട്ടു. എന്നാൽ ഇവിടെ വന്ന് ഒന്ന് കാണാമെന്നും പരിചയപ്പെടാമെന്നും വിചാരിച്ചു. അതുകൊണ്ട് വന്നതാണ്. ഏതായാലും സന്ദർഭം തന്നതിന് വളരെ നന്ദി. അപ്പൊ ഞാൻ വരട്ടെ. ഇനിയും സൗകര്യപ്പെട്ടാൽ നമുക്ക് വീണ്ടും കാണാം. കുറുപ്പേ, നല്ലൊരു കുട്ടി. എന്തൊരടക്കം, ഒതുക്കം, വിനയം. എന്റെ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഇന്നിതേ പ്രായം കാണുമായിരുന്നു.